നമസ്കാരം, ഞാൻ കിരണ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. ആത്മാവും അനുയായികളും. തന്ത്രങ്ങൾ മുറുക്കി തമിഴകം. ജയലളിതയുടെ വസതിയായ വേദനിലയം സ്മാരകമാക്കി ഓഫീസിന്റെ ഉത്തരവ് പുറത്തുവന്നതിനു പിന്നാലെ തലൈവയുടെ ആത്മാവ് ഒപ്പമുണ്ടെന്ന പ്രഖ്യാപനവുമായി ശശികല. ചിന്നത്തലൈവയും സംഘവും താമസിക്കുന്ന വേദനിലയം കുടിയൊഴിപ്പിക്കാൻ പനീർശെൽവത്തിന്റെ സ്മാരക തന്ത്രം. താൻ സംയമനം പാലിക്കുന്നത് ജനാധിപത്യത്തെ കരുതി മാത്രമെന്നും വേണ്ട സമയത്ത് ഉചിതമായത് ചെയ്യുമെന്നും ശശികല. തനിക്ക് 1.5 കോടി പാർട്ടി പ്രവർത്തകരുടെ പിന്തുണയുണ്ട്. പാർട്ടിയെ തകർക്കാൻ ആരു ശ്രമിച്ചാലും കഴിയില്ലെന്നും ചിന്നത്തലൈവി. അതേസമയം പിന്തുണയ്ക്കുന്ന മുഴുവൻ MLA-മാരുമായി ഗവർണറെ നേരിട്ടു കാണാൻ ശശികലയുടെ നീക്കം. ഇന്ന് വൈകിട്ടു തന്നെ കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടി ഗവർണർക്ക് ശശികല കത്തു നൽകി. സംസ്ഥാനത്തിന്റെ നന്മയെ കരുതി മുഖ്യമന്ത്രി പദം സംബന്ധിച്ച കാര്യത്തിൽ വേഗത്തിൽ തീരുമാനം വേണമെന്നും കത്തിൽ ആവശ്യം. പക്ഷം മാറുന്ന പിന്തുണ. കൂറുമാറ്റത്തിലും കുതിരക്കച്ചവടത്തിലും കുരുങ്ങി തമിഴ്നാട് രാഷ്ട്രീയം. കാത്തിരിക്കാമെന്ന് ഗവർണർ നിലപാടെടുത്ത സാഹചര്യത്തിൽ ശശികലയുടെ സാധ്യത മങ്ങിയതോടെ കൂടുതൽ പേർ OPS ക്യാമ്പിലേക്ക്. MP-മാരായ PR സുന്ദരത്തിനും അശോക് കുമാറിനും പിന്നാലെ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി പാണ്ഡ്യരാജനും കൂറുമാറി. അതേസമയം ശശികലയുടെ തടവിലാണെന്ന ആക്ഷേപം ഖണ്ഡിച്ച് 3 MLA-മാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ. തങ്ങളെ ആരും തടഞ്ഞു വച്ചിട്ടില്ലെന്നും പനീർശെൽവത്തെ പേടിച്ച് റിസോർട്ടിൽ താമസിക്കുകയാണെന്നും വിശദീകരണം. MLA-മാരുടെ വാദം ശരിവെച്ച് കാഞ്ചീപുരം DYSP. കാഞ്ചീപുരത്തെ റിസോർട്ടിൽ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത് ഗവർണറുടെ നിർദ്ദേശത്തെ തുടർന്ന് ചീഫ് സെക്രട്ടറിയുടെയും DGP-യുടെയും ഉത്തരവനുസരിച്ച്. ആക്ഷേപങ്ങളിൽ സത്യവാങ്മൂലം സമർപ്പിക്കാൻ മദ്രാസ് ഹൈക്കോടതിയും സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു. പൊളിച്ചടുക്കിയ ധിക്കാരം. പുറംപോക്കിലെ നിർമ്മാണം പൊളിക്കാൻ റവന്യൂ വകുപ്പ് നൽകിയ നോട്ടീസിന് പിന്നാലെ മുഖ്യ കവാടം ഇളക്കി മാറ്റി ലോ അക്കാദമി മാനേജ്മെന്റ്. നോട്ടീസിന്റെ സമയപരിധി തീരും മുമ്പേ പ്രധാന ഗേറ്റും ലോ അക്കാദമിയുടെ ബോർഡും നീക്കം ചെയ്തു. ഈ ഭൂമി അക്കാദമിക്ക് പതിച്ചു നൽകിയിട്ടില്ലെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ക്യാമ്പസിലെ കെട്ടിടങ്ങളിൽ ഹോട്ടലും സഹകരണ ബാങ്ക് ശാഖയും പ്രവർത്തിക്കുന്നതിൽ അക്കാദമി ഇന്നു തന്നെ വിശദീകരണം നൽകണം. പുറമ്പോക്ക് ഭൂമി ഒഴിപ്പിച്ചതുപോലെ പതിച്ചു നൽകിയ ഭൂമിയിലെ നടപടികൾ എളുപ്പമാകില്ലെന്ന് തീർച്ച. റവന്യൂ വകുപ്പിന്റെ തുടർ നടപടികൾ അക്കാദമിയുടെ വിശദീകരണം ലഭിച്ച ശേഷം. ഉത്തരമെഴുതുന്ന ദേശം. ഉത്തർപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് തുടരുന്നു. ഉച്ചവരെയുള്ള പോളിംഗ് മന്ദഗതിയിൽ. കാര്യമായ അക്രമ സംഭവങ്ങൾ ഇല്ലാതിരുന്ന മുസഫർ നഗറിലും ഷംലിയിലും പോളിംഗ് കുറവെന്ന് റിപ്പോർട്ട്. SP കോൺഗ്രസ് സഖ്യവും BJP-യും BSP-യും പാറ്റുന്ന ത്രികോണ മത്സരത്തിൽ ആദ്യഘട്ട പോളിംഗ് 73 മണ്ഡലങ്ങളിൽ. ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമായ പടിഞ്ഞാറൻ UP-യിൽ BSP ടിക്കറ്റിൽ ജനവിധി തേടുന്നത് 18 മുസ്ലിം സ്ഥാനാർത്ഥികൾ. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മേഖല തൂത്തുവാരിയ BJP-ക്ക് ഇക്കുറി ആത്മവിശ്വാസം കുറഞ്ഞതും BSP-ക്ക് അനുകൂലം. ജാട്ട് വോട്ടുകളിൽ കണ്ണുവെക്കുന്ന BJP-ക്ക് ഭീഷണിയായി അജിത് സിംഗിന്റെ രാഷ്ട്രീയ ലോക്ഡൌൺ. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2750 രൂപ, പവൻ 22,000 രൂപ. വെള്ളി ഗ്രാമിന് 43 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകൾ ഇനി വൈകിട്ട് 5:30. നമസ്കാരം.